എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 21 തീയതി വരെ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അതിനുശേഷം 22 തീയതി മുതൽ ഏകദേശം 26 തീയതി വരെ ഈ ഒരു സ്പോട്ട് അഡ്മിഷന് വിദ്യാർത്ഥികൾക്ക് അതത് പോളിടെക്നിക് കോളേജിൽ സമയക്രമം അനുസരിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ പ്രകാരം റാങ്ക് ലിസ്റ്റിൽ പേരുള്ള അപേക്ഷകർക്ക് കൗൺസിലിങ്ങിനായിട്ട് ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ അപേക്ഷകർക്ക് 17/2024 മുതൽ 21/2024 വരെ അഡ്മിഷൻ വെബ്സൈറ്റിലെ കൗൺസിലിംഗ് ഓർ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈനായിട്ട് പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യാത്തവരെ ഈ ഒരു ജില്ലാതലത്തിലുള്ള ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കുന്നതല്ല. അതുപോലെ തന്നെ കൗൺസിലിംഗ് ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് 22 തീയതി മുതൽ 26 തീയതി വരെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ അപേക്ഷകൻ അഡ്മിഷൻ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിട്ടിരിക്കുന്ന സമയക്രമം പ്രകാരം നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്. അപേക്ഷകന് പരമാവധി 3 ജില്ലയിലേക്ക് മാത്രമാണ് ഓപ്ഷനുകൾ നൽകാനായിട്ട് ഒരേ സമയം കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആയതിനാൽ അപേക്ഷകൻ സൗകര്യപ്രദമായിട്ടുള്ള ജില്ലകൾ നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 3 ജില്ലകൾക്ക് പുറമെ ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾ അധികമായിട്ട് ചേർക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓർ മൊബൈൽ അല്ലെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ നമ്പറും ജനനത്തീയതി നൽകിയാണ് അപേക്ഷകൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസ് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തവരുടെ റാങ്ക് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയക്രമം അനുസരിച്ച് നോഡൽ പോളിടെക്നിക് കോളേജിൽ ഹാജരാവേണ്ടതാണ്. ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവരിൽ സ്ഥാപന മാറ്റമോ അല്ലെങ്കിൽ ബ്രാഞ്ച് മാറ്റമോ ആഗ്രഹിക്കുന്നവർ, പുതുതായി അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു പ്രവേശനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതായത് നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചവരിൽ നിങ്ങൾക്ക് ആ ഒരു പോളി മാറ്റം, അത് നിങ്ങൾക്ക് പോളിടെക്നിക് കോളേജ് മാറണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോഴ്സ് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പുതുതായിട്ട് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു അപേക്ഷയിൽ പങ്കെടുക്കാം, അതായത് അപേക്ഷ നൽകാം. അതുപോലെ നിലവിൽ പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള അപേക്ഷകൻ ആണെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ച റെസീപ്റ്റോ ഹാജരാക്കിയാൽ മതി. സ്വാശ്രയ പോളിടെക്നിക് കോളേജിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, അതുപോലെ അഡ്മിഷൻ സ്ലിപ്പോ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റോ അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകളോ ഹാജരാക്കേണ്ടതാണ്. ഇനി കൗൺസിലിംഗ് സമയത്ത് അപേക്ഷകന് അപ്പോൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജും ബ്രാഞ്ചും പുതുതായിട്ട് ചേർത്ത് മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാതെ അപേക്ഷകൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും ലിസ്റ്റിലെ ക്രമമനുസരിച്ച് ഹാജരായിട്ടുള്ള അടുത്ത അപേക്ഷന് നൽകുന്നതും ആയിരിക്കും. കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയിലുള്ള പ്രോക്സി ഫോം, അതായത് അപേക്ഷകനും അതുപോലെ തന്നെ രക്ഷിതാവും ഒപ്പിട്ടത് ഹാജരാക്കേണ്ടതാണ്. അപേക്ഷകൻ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നത് എങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അപേക്ഷയിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടാകും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, അതിൻ്റെയൊക്കെ കോപ്പികൾ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി, അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹിതം നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്ററും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ആ ഒരു കോപ്പി കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയ അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനു മുമ്പ് നേടിയ അഡ്മിഷൻ സ്വമേധയാ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. ആയതിനാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ പങ്കെടുക്കുന്നവർ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതുപോലെ ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗ് രജിസ്ട്രേഷന് ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. സ്ഥാപന മേധാവി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.